അതിനുള്ള കഴിവൊന്നുമില്ലെങ്കിലും കവിതകൾ വായിക്കുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടാവൂലേ? കവിതകൾ മറ്റുള്ളവരിൽ അനുഭൂതി സൃഷ്ടിക്കുമ്പോൾ അല്ലെ അത് വിജയിക്കും. അജയൻ കല്ലാറ സാറിനെ ഒരു ദിവസം ലൈവില് പരിചയപ്പെടുത്തിയപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. കവിതകൾ വായിക്കാൻ അനുവാചകനല്ല, സഹൃദയനാണ് വേണ്ടല്ലേ? സമാന ഹൃദയമുള്ളവന് മാത്രമേ എഴുത്തുകാരന്റെ വികാരങ്ങളും എഴുത്തുകാരൻ കുറിച്ചിട്ട വാക്കുകളിലേക്കും നമുക്ക് സഞ്ചരിക്കാൻ കഴിയൂലേ? അത്തരത്തിൽ എന്റെ വായനയിലൂടെ, ചെറിയ വായനയിലൂടെ എനിക്ക് തോന്നിയ ഉതിർമണികൾ എന്ന കവിതാ സമാഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. ശിവദാസൻ മുക്കം അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഫിലോസഫറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മുഖത്ത് നിന്നും ഒരു സാധാരണ കർഷകൻ എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു സാധാരണ കർഷകൻ മണ്ണിന്റെ സ്പന്ദനങ്ങളെ കവിതകളാക്കുന്നുണ്ട്, മനസ്സിന്റെ ആകുലതകളും വ്യാകുലതകളും മഷിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സിരകളിൽ ഓടുന്ന രക്തം സകലരിലും ഒരേ നിറമാണെന്ന് തെളിയിച്ചുകൊണ്ട് സകലതിനോടും വിധേയത്വമുള്ളവനായി ഓരോ കവിതകളും ജനിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. തുഴ പിന്നിലോട്ടെറിഞ്ഞ് തോണി മുന്നിലോട്ട് പോകുന്ന പോലെ കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളിൽ തുഴഞ്ഞുകൊണ്ടാണ് ഇന്നിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അത് അദ്ദേഹത്തിന്റെ ഓരോ കവിതകളിലും നമുക്ക് വ്യക്തവുമാണ്. ചില കവിതകളുണ്ട് അദ്ദേഹത്തിന്റെ, ചില ഒട്ടുമിക്ക കവിതകളിലും അമ്മിഞ്ഞപ്പാലിന്റെ ഗന്ധമുണ്ട്. അറിയാതെ നമ്മൾ എന്തു പറഞ്ഞാലും അറിയാതെ അമ്മയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാലേ, ആ ഗർഭപാത്രത്തിലാണ് നമ്മൾ ആദ്യമായി തുടിച്ചത്. ആ ഓരോ തുടിപ്പും ഒട്ടുമിക്ക കവിതകളിലും നമുക്ക് ദർശിക്കാനാവും. ഉതിർമണികൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ നമ്മൾക്കത് അനുഭവിച്ചറിയാനാവും എന്നുള്ളതാണ് എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. അതില് ഞാൻ പറഞ്ഞല്ലോ അമ്മിഞ്ഞയുടെ മണമുണ്ടെന്ന്. അതിൽ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്, അമ്മ എന്നുള്ള കവിത. അതിൽ ഞാനൊരു കുറച്ച് വരികൾ, 3-4 വരികൾ പറയാം. നല്ല വെന്തു വെളുത്ത ചോറ് അമ്മ തന്നെ ഉരുപ്പു ചേർത്ത ചോറ് നാവിലിന്നും നനയുന്ന നുണയുന്ന നന്മ അമ്മ തന്നുണ്ണയും വെണ്മയും ചേർന്നൊരു തുമ്പപ്പൂ നിറമുള്ള ചോറ്. എങ്ങനെയാണ് അമ്മ നമ്മിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മുടെ എഴുത്തുകളിലേക്ക് എത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, വെണ്മ നിറഞ്ഞ അല്ലെ? ഒരു രുചിക്കൂട്ടാണെന്ന് തന്നെ നമുക്ക് അമ്മയെ കുറിച്ച് വളരെ എന്താ പറയാ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഓരോ കവിതകളിലും നമുക്കത് ദർശിക്കാനും കഴിയുമെന്ന് തന്നെ പറയാം. ഈ കവിതയില് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാ കവിതകളും നമുക്ക് പറയാൻ സമയമില്ല, എന്നാലും എന്റെ ഒരു അറിവിന്റെ പരിധി വെച്ച് കുറച്ച് കവിതകളെ കുറിച്ച് ഞാൻ പറയാം. അമ്മ എന്നുള്ള ഈ കവിതയില് ഉപ്പ് കുറുക്കിയ അമ്മയെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ എരിവ് ചാലിച്ച അമ്മയെ കുറിച്ച്, ജന്മകഥകള് പറഞ്ഞു കൊടുത്ത അമ്മയെ കുറിച്ച് പറയുന്നു. തുമ്പപ്പൂവിന്റെ വെണ്മയും ഒക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കനലിൽ ചുട്ടെടുത്ത് അടുക്കളയുടെ പുക കൊണ്ട് തളർന്ന് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് ജീവിതാവസാനം വരെ നമ്മുടെ നാവിലെ രുചിയായിട്ട് എന്നും അവശേഷിക്കുന്നത് എന്ന് ആ കവിതയിൽ നിന്ന് എനിക്ക് വായിച്ചെടുത്തപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെയാണ് എന്താ പറയാ, നാവിലും നെഞ്ചിലും ഒരുപോലെ രുചിച്ചുകൊണ്ട് അമ്മ പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസമാണെന്ന് ബോധ്യപ്പെടുത്തണമെന്ന് കവി ആ കവിതയുടെ അവസാന വരികളിൽ നമ്മളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു ആത്മവിശ്വാസമാണ് അമ്മയെന്ന് വരും തലമുറയ്ക്ക് നമ്മളെല്ലാവരും പറഞ്ഞു പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒട്ടേറെ കവിതകൾ ഉതിർമണികളിലുണ്ട്. അപ്പൊ എല്ലാ കവിതകളെ കുറിച്ച് പറയാനാവില്ല. ഞാൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതില് നമ്മെ തന്നെ അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് വരച്ചു കാട്ടുന്നതെന്ന് പറയും. ഈ ഞാൻ എന്ന കവിത നേരത്തെ ഇവിടെ ഒരാൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വളരെ വ്യക്തമായി. അതുപോലെ തന്നെ സ്ഫടികം എന്നുള്ള കഥ വിനോദ് സാർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലൊരു കവിതകൾ തന്നെയാണെന്ന് പറയാം. ഞാൻ എന്നുള്ള കവിതയില് ഞാൻ
തീയായി പടർന്ന് നദിയായി ഒഴുകി മധുര അധരങ്ങൾ നുകർന്ന് കടലലയായി മാറി തീരത്തടിഞ്ഞ വെറുമൊരു ശംഖ്. എന്ത് ശംഖാണ്? വെറുമൊരു ശംഖ്, വലംപിരി ശംഖ്. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ കവിതകളില് എടുത്തു പറയാൻ, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ചില വരികളൊക്കെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുമല്ലേ. ഇപ്പം നമ്മുടെ ഏഴാച്ചേരി സാറ് പറഞ്ഞ പോലെ പെട്ടെന്ന് വന്ന വാക്കാണ് ഞാനും നീയും നമ്മൾ, അല്ലെ? ഞാനും നിങ്ങളും നമ്മൾ. അതുപോലെ തന്നെയാണ് ONV സാറും പറഞ്ഞിട്ടുള്ളത്, അല്ലെ? 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു, ഒരമ്മ പെറ്റവരായിരുന്നു, അല്ലെ? ഏഴാച്ചേരി സാറ് പറഞ്ഞ എന്താണ്? നമ്മളും. അതുപോലെ ഇവിടെ വന്നത് എന്തിനാണ് അദ്ദേഹം അർത്ഥമാക്കിയത്? എന്താണ്? ഞാനും നിങ്ങളും ചേർന്ന നമ്മളെന്ന ഒന്നായ സമവാക്യത്തിൽ ഒരിക്കലും ആരും വേറിട്ട് നിൽക്കുന്നില്ല, അല്ലെ? അങ്ങനെയാണ് അദ്ദേഹം രണ്ടാമതും നമ്മുടെ വേദിയിലേക്ക് എത്തിയത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോ ഞാൻ ആ കവിതയും ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരമ്മ പെറ്റവരായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ ഒരുപാട് കവിതകൾ ഉതിർമണികളിൽ നമുക്ക് കാണാൻ കഴിയും. മനോബലം എന്ന് പറയുന്ന കവിതയുണ്ട്. അതില് ഇന്നലകളെ ഊന്നുവടികളാക്കിയിട്ട് ഇന്നിലേക്ക് നടക്കുമ്പോഴും താൻ നടന്നു വന്ന കാലടികളെ വീണ്ടും വീണ്ടും എണ്ണിയാണ് അദ്ദേഹം തന്നെ ഒരു മനോബലം സൃഷ്ടിച്ചത് എന്ന് കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന പലതും തന്റെ ആത്മബലമായിരുന്നു എന്ന് അദ്ദേഹം ഓരോ വരികളിലൂടെയും പറയുന്നുണ്ട്. ഓരോ വരികളും അവസാനിക്കുന്നത് തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ കവിതയും ഹൃദയത്തിൽ ഒരു ഇടം നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിത ഉണ്ടായിരുന്നു എനിക്ക്, നാളെ എന്ന് പറയുന്ന കവിത. ഓലപ്പുര ചോരുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു കവിതയുണ്ട്. അതും വളരെ മനോഹരം. ആ ഓലപ്പുര ചോരുമ്പോൾ എന്ന് പറയുന്ന കവിത വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് ഇദ്ദേഹത്തിന്റെ കണ്ണുകളും ഹൃദയവും ഒരുപോലെ ഇടതടവില്ലാതെ ചോർന്നൊലിക്കുന്നുണ്ടെന്ന് ഓലപ്പുര ചോരുമ്പോൾ എന്നുള്ള കവിതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതില് പല വരികളും ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. പണ്ട് പിച്ച വെച്ച് നടന്ന് ചോരുന്ന ഓലപ്പുരകളെയും അത്രയും ചോർച്ചയില്ലെങ്കിലും എത്ര മനോഹരമെന്ന് വീണ്ടും കാലങ്ങൾ കഴിയുമ്പോൾ പറയാൻ തോന്നുന്ന വിധത്തിൽ ഇന്നലകളെ അദ്ദേഹം നെഞ്ചോട് ചേർത്തിരുന്നു. ചോരുന്ന ഓലപ്പുരകൾ ഇന്ന് നമുക്ക് നെഞ്ചിന്റെ നീറ്റലായിരുന്നു, അല്ല, നല്ല ഓർമ്മയായിരുന്നു, അല്ലെ? ഞാൻ കടന്നു വന്ന വഴികളിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ ഞാൻ അനുഭവിച്ച പട്ടിണിയും ഞാൻ നനഞ്ഞ എന്റെ കോരയിലെ മഴയുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഇത്രമേൽ ദുഃഖമുള്ള മറ്റൊന്നുമില്ലല്ലേ. എന്റെ ഓലപ്പുര ചോരുന്നു, എനിക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ ആഹാരമുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്ത് പെരുമപ്പെടും. ഞാൻ ഇത്തരം അവസ്ഥകളിലൂടെയൊക്കെ കടന്നു വന്നാണ് ഇന്ന് ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഓലപ്പുര ചോരുമ്പോൾ എന്നുള്ള കവിതയിലൂടെ എനിക്കും അത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് അദ്ദേഹം, കർക്കിടകം ദുർഘടമാണ്. കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞമാസമാണല്ലേ. കർക്കിടകം ദുർഘടമാണെന്ന് പറയുന്ന അതേ കവിതയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എത്ര മനോഹരമാണ് എന്റെ ഗ്രാമം എന്നാണ് പറയുന്നത്. അത് വളരെ ഗൃഹാതുരതയുള്ള ഒരു കവിതയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അങ്ങനെ ഒട്ടനവധി കവിതകളുണ്ട്. സ്ഫടികം എന്നുള്ള കവിതയെ കുറിച്ച് നമ്മുടെ വിനോദ് സാറ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയാൻ മാത്രമാണല്ല, എന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയായിരുന്നു. മനസ്സൊരു തടാകമാണത്രേ, അടിത്തട്ടില് ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയ യൗവനം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതില് കവിയുടെ തന്നിലേക്ക് ചുരുങ്ങുകയല്ല ചെയ്യുന്നത്, മധുര 17ലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഊതിക്കാച്ചിയ യൗവനത്തിൽ പടർന്ന പ്രണയാഗ്നി കരിന്തിരി കത്താതെ കൽവിളക്കിന്റെ പ്രഭ പോലെ അവസാനം വരെ ജ്വലിക്കുമെന്ന് കവിതയിൽ അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട്. അതുപോലെയാണ് ഏറ്റവും അവസാനത്തെ ഒരു കവിതയുണ്ട്, മനസ്സുറങ്ങാതെ എന്നുള്ള ഒരു കവിത. ആ കവിതയില് അവസാന കവിതയിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, ഉറങ്ങാതെ ചിന്തകൾക്ക്
കടിഞ്ഞാണിടാനാകാതെ കവി മനോരാജ്യത്ത് എത്തി നിൽക്കുകയാണ് ആ അവസാന കവിതയിൽ. മനസ്സേ കണ്ണിലുറങ്ങുക, തീരം തേടുന്നൊരിളം കാറ്റ് പോലെ. മനസ്സേ കണ്ണിലുറങ്ങുക, തീരം തേടുന്നൊരു ഇളം കാറ്റ് പോലെ എന്ന് പറയുന്നുണ്ട്. കാതിൽ കിന്നാരം ചൊല്ലി ചൊല്ലി ഉറക്കുക എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഹൃദയത്തിൽ ഇടം നേടിയ വരികളാണ് ആ ഒരു വരികൾ. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. സ്വപ്നരാജ്യത്തിൽ മെനഞ്ഞ കവിതയ്ക്കപ്പുറം ഉണർന്ന മനസ്സിന്റെ ആവലാതികൾ കവിതയായി ഇനിയും പിറക്കണം. കർഷകനായ കവി വിത്തുവാകി മുളപ്പിച്ച ചിന്തകൾ കൊണ്ട് ഞങ്ങൾക്ക് ഇനി എന്നും കവിതയുടെ പുത്തരി ചോറ് ഓട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉതിർമണികൾ എന്നുള്ള കവിതാ സമാഹാരം എന്റെ വായനയുടെ ഉണർവുകൾ നിങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തോടെ പകർന്നു നൽകുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഒപ്പം രജനി ചേച്ചിക്കും, പ്രിയ ചേച്ചി രജനി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും. രജനീരവം തുടരട്ടെ, ഇനിയും ഒരുപാട് പതിപ്പുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചു.